പറയാനുള്ളത് മെയിനായിട്ട്. നമ്മൾ യാത്ര ചെയ്യുക, ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആളുകളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കുക. ആളെ ഈ ഫുഡിന്റെ കൂട്ടം വീട്ടുകാരുടെ കൂട്ടമൊക്കെ പറയുമ്പോൾ അങ്ങേരുടെ കണ്ണ് നിറയണ പോലെ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം കടന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ദിവസങ്ങൾ ഏതാണെന്നൊന്നും പറയലടക്കുണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ടെൻറ്റ് നമ്മൾ അടിച്ചത് ഇവിടെയാണ്. ഇതുണ്ടോ, ഇതേ ടെൻറ്റ് നമ്മൾ ഇവിടെയാണ് അടിച്ചത്. കാരണം റോഡ് സൈഡിലാണ്, റോഡ് സൈഡിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതൊന്നും കിട്ടിയിട്ടില്ല. മറ്റേ മഴ പെയ്ത പ്രശ്നമെന്നൊക്കെ കരുതിയതാണ്, പക്ഷേ ഭാഗ്യം കൊണ്ട് മഴയൊന്നും പെയ്തില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഇനി പോകുമ്പോഴൊക്കെ അടിപൊളിയാണ്. എന്തായാലും വേറൊരു വൈബാണ്. അതിൽ വലിയ റിസ്ക്കാണ് ഈ ഓയിൽ ചെയിൻ ലൂബ് ചെയ്യണത്. വണ്ടി ഇവിടുന്ന് തള്ളിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്, ചെയിൻ ലൂബ് ചെയ്തിട്ട് നമ്മൾ ലൂബ് ചെയ്യാണ്ട് ബാഗുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. നമ്മുടെ നായക്കുട്ടൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാ, അവിടെ ഉണ്ട്, ആൾ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇനി നമ്മൾ നേരെ മുരുടേശ്വരമാണ് പോകുന്നത്. ഇവിടുന്ന് മുരുടേശ്വരം പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. യെസ്, നമ്മളങ്ങനെ മുരുടേശ്വരം ടെമ്പിളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കാണാം. അപ്പോൾ നല്ല ഹൈറ്റിലാണുള്ളത്. ഈ സൈഡ് ഫുള്ള് കടൽ. എല്ലാവരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് നമ്മൾ. അപ്പോൾ അക്കേലെയോ അവളൊരു ട്രാവലറിനെ കണ്ടതാണ്. ആള് സഫാരിയിലാണ് ഫുള്ള് ചുറ്റും. गाड़ी सुपर अभी This is V coast line. कोलकाता, कन्याकुमारी, कच्छ, कश्मीर। हो गया कश्मीर का मिला नहीं ना ऊपर। कश्मीर जा रहे हो या अभी वापसी का वो चल रहा है। ईस्टर्न घाट हो गया पूरा, अभी वेस्टर्न चल रहा है। वेस्टर्न चल रहा है। ആളുടെ വണ്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതേ അങ്ങേര് പോകുന്ന സ്ഥലങ്ങൾ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തം സാധനങ്ങളാണ് ഇതിൽ. അയ്യോ, ഇവിടെ വലിയ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതേ ഇവിടെ കുറേ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ശുഭയാത്ര മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവര് കൊച്ചി കഴിഞ്ഞിട്ടാ വരുന്നല്ലേ? ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ. പേനുണ്ടോ? ആളെ വണ്ടി അപ്പോൾ അയാള് ഡൽഹിയിലാണ് അങ്ങേരെ വീട്. അങ്ങനെ ഡൽഹിക്കാരനാണ്. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും കൂടെ കറങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ ആളെന്താ പറഞ്ഞത്, സമയം നിങ്ങൾ എത്ര ദിവസം എടുക്കേണ്ടി വെച്ചു? ഞങ്ങളൊരു 2-3 മാസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആള് പറയാ, അത് ഭയങ്കര ഇതാണല്ലോ, മൂപ്പരാളെന്തോ ലോയറോ കോടതിയിലെ വക്കീലെന്തോ ആണ്. അപ്പോൾ ആൾക്ക് സമയമില്ല, അതിൻ്റെ മുന്നേ എല്ലായിടത്തും പോയി വരണം എന്ന് പറഞ്ഞിട്ട് ആള് ഫുൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടിയിൽ. ഞാനിവിടെ ഒരു ചെറിയൊരു സാധനം എഴുതി കൊടുത്തിട്ടുണ്ട് അവർക്ക്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരത് ബച്ചൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ടേക്ക് റൈഡേഴ്സിൻ്റെ നമ്മളെ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. വണ്ടിയുടെ ചുറ്റൂറം എല്ലാവരും എഴുതിയിട്ടുണ്ട്. കേരളത്തിലേക്ക് സ്വാഗതം. പിന്നെ ഇവിടെ ശുഭയാത്ര കൊച്ചി, പോയ വഴികളൊക്കെ ഇങ്ങനെ ഒരു റൂട്ട് മാപ്പാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കബില ബായിനേറ്റും അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ നോക്കുകയാണ്. ഇനി ഗോകർണാണ്. ഗോകർണ ഇവിടെ അല്ലേ? ഇനി ഗോകർണയൊക്കെയാണ് പോകുന്നത്. അതെ, പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങൾ ഓരോന്ന് കാണുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗോകർണ പോകുന്ന റൂട്ടിലാണ്. നമ്മൾ
പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് കയറിയത്. നമ്മൾ വെള്ളം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പമ്പിലും ഉണ്ടാവും. ഇതുപോലെ നല്ല പ്യൂരിഫൈ ചെയ്യുമ്പോൾ വരുന്ന വെള്ളം ഉണ്ടാവും. അതുപോലെ കോൾഡ് ഡ്രിങ്ക് ആണ്. ഇത് തണുത്തതുകൊണ്ട് തണുത്ത വെള്ളമാണ് ഇപ്പോൾ അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പമ്പിൽ നിന്നും അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്. പമ്പിൽ നിന്നും അതുപോലെ ഓരോ ഇങ്ങനത്തെ സ്പോട്ടിൽ നിന്നൊക്കെയാണ് വെള്ളം നിറയ്ക്കലും കുടിക്കലൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ എണ്ണ ഫുള്ളാക്കലും എല്ലാ പരിപാടിയും നടക്കും. ഓക്കെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 വരിപ്പാതയാണ് വണ്ടി. റോഡ് സൈഡിൽ ഡേഞ്ചർ ആയിട്ടുള്ള എന്താ വെച്ചാൽ പശുക്കളാണ് കൂടുതൽ. പശുക്കൾ ഈ റോഡ് സൈഡിൽ കൂടെ നിറയെ ഉണ്ട്. ഒരുപാട് പശുക്കളാണ്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമുക്ക് റോഡിൻ്റെ നടുവിൽ, സൈഡിലല്ല നടുവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ വന്നിട്ട് സൈഡാക്കിയിട്ട് റോഡിൽ നിന്ന് ഇറക്കി പോകണം, എന്നാലേ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ അവന്മാർ മാറൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്ന റൂട്ടിലാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഗോകർണെത്തിയുണ്ട്. നമ്മൾ കുടില ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ചപ്പുറത്താണ് ഓം ബീച്ച്. നമ്മൾ അവിടെ ഇരിക്കുക എന്നുള്ളൊരു പ്ലാൻ. വണ്ടി നിർത്താൻ നോക്കുമ്പോൾ ഒരു ഭാഗത്തും വണ്ടി നിർത്താനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ആ ഗ്യാപ്പിൽ കൂടെ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി, ഇവിടെ നിർത്തി. അപ്പോൾ ഇവിടെ ഹോട്ടൽ എന്തോ ആണ്. ഹോട്ടലും ബിയർ, സിഗരറ്റ് ഐറ്റംസ് ഫുൾ ഗോവയിൽ കിട്ടുമ്പോൾ തന്നെ എല്ലാ സാധനം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചെരുപ്പ് കൂരിയിട്ട് വേണം ഉള്ളിൽ കയറാൻ ഹോട്ടലിൻ്റെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇങ്ങനെ എന്തോ ലഗേജ് സൈഡിലേക്ക് ചാടി ലൂസാവും, വണ്ടി സൈഡിലേക്ക് വലിയുണ്ട് പറഞ്ഞിട്ട് അതങ്ങനെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാം. നമ്മുടെ ഇതിലൊക്കെ കണ്ടില്ല ബിയർ കുട്ടികളെ ഇരിക്കുന്ന ഇതിൽ മറ്റേ ബോക്സിൽ നിറയെ ബിയറുകൾ. അടിപൊളി ഇതാണോ സെറ്റപ്പ് തട്ടോ. നല്ല വൈബ്, കാറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് വൈബായിട്ട് ഇരിക്കുന്നത്. ഇവിടെ ബീച്ച് കാണും. അതിൻ്റെ അവിടെ നേരെ ഫുൾ ബീച്ചാണ് അവിടെ. നൈസ് വ്യൂ ആണ്. ഇപ്പോട്ട് അവിടെ നിന്ന് ഡ്രസ്സും കാര്യമൊക്കെ റെഡിയാക്കും. ഗൈസ്, നമ്മളങ്ങനെ ആലു പൊറോട്ട അതിലൊരു ചായയും കുടിച്ച് അങ്ങനെ ഇറങ്ങി. ഹെവി റേറ്റാണ്, ഭയങ്കര വിലയാണ് ആലു പൊറോട്ടയ്ക്കൊക്കെ. പിന്നെ നല്ല വെയിൽ, നട്ടുച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. അത് കാരണമാണ് ഗ്ലാസ് ഇട്ടുണ്ട്. പിന്നെ നേരെ കുടില ബീച്ചിലോട്ടാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് നമ്മളെ കഴിച്ച സ്പോട്ടിൽ നിന്ന് നേരെ അടിയിലേക്ക് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ നടന്ന് കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് ചോടനെ പോന്നിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ട് അങ്ങോട്ട് പോകാൻ. എല്ലാവരും അപ്പോട്ടിനും വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റും ഇതൊക്കെ ആ ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. വണ്ടി അതിൻ്റെ നേരെ മുന്നിലാണ് വെച്ചത്. വേറെ പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്ക് ചെയ്യാത്തതിൻ്റെ ക്യാഷ് വേണം. അപ്പോൾ നമ്മൾ ഏതായാലും വിശക്കുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിച്ച് പാർക്കും ചെയ്ത് ഹെൽമെറ്റും സാധനങ്ങളൊക്കെ വെച്ച് പോകുന്നതാണ്. അത് നല്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീടിൻ്റെ കൂടെ നമ്മുടെ തോട്ടിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇതന്നെ കുടില ബീച്ച്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി ഇത് ഇടുങ്ങി പിടിച്ചിട്ട് ഇങ്ങനെയാണ് കുടില ബീച്ചിലോട്ട് പോകുന്നത്. ഇത് ടൂറിസ്റ്റൊക്കെ പോകുന്ന വഴി. എല്ലാവരും ഇത് കൂടെ തന്നെയാണ് അപ്പോൾ പോവുക. വേറുണ്ടോ? വണ്ടി ഇറങ്ങില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കൂടെയാണ് ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ വേറൊരു മൂഡ് ഈ നാടകത്തില്ല. ഈ ഞാനല്ല ചവിട്ടുന്നത്, നിങ്ങളെ ചവിട്ടുന്നത്. ഇത്ര പെട്ടെന്ന് അടിക്ക് എത്തിയോ? ഗൈസ്, കുടില ബീച്ച് തന്നെ ഉള്ളൂ. ഈ നട്ടുച്ച നേരത്തെ കൊണ്ടാണ് അവിടെ ഒന്നുമില്ലാത്തത്. പിന്നെ അവിടെ ആൾക്കാരല്ല മറ്റേ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ വൈകുന്നേരം ആവണം തുടങ്ങണമെങ്കിൽ. നമ്മൾ നേരെ ഇനി ഓം ബീച്ച് പോയേക്കാം. ഒക്കെ തന്നെ സെയിം സാധനം തന്നെ എല്ലാം, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ ജസ്റ്റ് നമുക്ക് പോരുന്ന വഴിക്കുള്ള സാധനങ്ങളല്ല എല്ലാം ഒന്ന് കണ്ടിട്ട് ഇനി ഓം ബീച്ചിലേക്കുള്ള പരിപാടി. ഓം ബീച്ചിൽ പോവാം. അവിടെ ഒന്ന് ഗൈസ്, നമ്മളങ്ങനെ ഓം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം വണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞു.
വണ്ടിയിലല്ല 1 കിലോമീറ്ററോളം പോകണം. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പോകാമെന്ന് കരുതി. ഞങ്ങൾ നിന്ന് സ്പോട്ടിൽ നിന്ന് അങ്ങനെ ചായ കുടിച്ചില്ലേ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ് ഇപ്പോൾ. ഗായ്സ് നമ്മളങ്ങനെ പോയ കുടിലെ ബീച്ച് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ നോക്കി. നമ്മൾ നിന്നത് ആ ഭാഗത്താണ് നമ്മൾ നിന്നിരുന്നത്, ഈ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ടോപ്പ് വ്യൂ കണ്ടില്ലേ, എന്ത് രസമാണ്. യെസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഓം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ആ മറ്റേ ബീച്ചിൽ പോയ നേരം ഇവിടേക്ക് വന്നാൽ ചേർന്നു. ഇതേ അവിടെയൊക്കെ വണ്ടികളുണ്ട്, കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നുള്ളവർ നേരെ അങ്ങോട്ടാവും പോകുന്നുണ്ടാവുക. ഒരുപാട് പേരുണ്ട്. അധികം കർണാടക മറ്റേ സ്കൂട്ടികളുണ്ടല്ലോ, ഗോവയിലൊക്കെ ഓടുന്ന ടൈപ്പ്, റെൻറ്റിൻ്റെ ഓടുന്നത്, ആ വണ്ടികളാണ് അധികം ഉള്ളത്. അതെ, 2 കൂടി നടന്നു പോകുന്നുണ്ട്. ഹെൽമെറ്റ്, ഗ്ലൗവ് എല്ലാം നമ്മൾ താങ്ങി നടക്കണം. എന്നാത്തിനാ? എൻ്റെ ഫോണിലാണ് വ്ളോഗ് ചെയ്യണത്. വ്ളോഗ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല, എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാർജ് ഉണ്ടാവണം, അത് അത്രേ ഉള്ളൂ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇത് നമ്മളിങ്ങനെ 2 സൈഡും ചെറിയ കുറ്റിക്കാടായിട്ട് അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കുറച്ചങ്ങോട്ട് നടക്കണ്ടോ എന്നൊരു സംശയമില്ല, അവിടെ തന്നെയാണ് കാണുന്നുണ്ട്. ആ അവിടെ പാട്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ, മൂട് പാട്ടൊക്കെ വരുന്നുണ്ടാ. മറ്റേ പാട്ട് കേട്ടോ, ഏതറിയോ? താണ്ടി മലയില്ല താണ്ടി. ആ വീഡിയോ ഇടണമായിരുന്നു. അതെ, ഒരു പപ്പി. ആ വീഡിയോ ഇടാനൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരാട്ടെ ഇതാ ബൈച്ച്. നമുക്ക് ആ ടെൻ്റ് എടുത്ത് തരാറുണ്ട് കേട്ടോ. ഇല്ല, അതിൻ്റെ ചോട്ടിൽ നമുക്ക് പോയി അടിക്കുക. കണ്ടോ, ഇതാണ് ബീച്ച്. സെയിം എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ബീച്ച്, ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മാന്യത കാട്ടട്ടെ, ഇരിക്കണ ഇരിപ്പിടങ്ങളാണ് ഇവിടെയൊക്കെ. ആര് വന്നിരിക്കാൻ എന്താ. ഇപ്പം നമ്മുടെ ബീച്ച് നല്ല ചൂടാണ്, ഭയങ്കര വെയിൽ. ഞങ്ങളൊരു തണലത്ത് ഇതിൻ്റെ മുന്നിൽ തന്നെ കുറച്ചുകൂടി പോകുന്ന നല്ല രീതിയിൽ മരങ്ങൾ, ഇത് എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, പ്ലാവിൻ്റെ ഇല പോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട്. പക്ഷേ പ്ലാവൊന്നുമല്ല, വേറെ ഏതോ ഒരു മരമാണ്. നല്ല തണലുണ്ട് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഷാഡോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോറി, ആകെ എക്സ്പ്ലോഷർ പൊള്ളിക്കുണ്ട് അവിടെ, ബീച്ച് അവിടെ. നമ്മൾ ഈ ഭാഗത്ത് ഇരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് വണ്ടികൾ കണ്ടില്ല, എല്ലാവരും അവിടെ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഒറ്റൊന്നും ഇവിടെ ഇല്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട്, കാഴ്ചകളൊന്നുമില്ല, ഈ കാണുന്ന കാഴ്ചന് കുറച്ച് നേരം കണ്ടിരുന്നിട്ട് മെല്ലെ തെറിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിവിടുന്ന് വിടുകയാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. ഞാൻ ഒന്ന് മയങ്ങി കടന്നുറങ്ങി ചെറുതായിട്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിലാണ്, ആരും കാണുന്നില്ല, പാവം, അറിയുന്നില്ല ആരും. ഞങ്ങളിവിടുന്ന് മെല്ലെ പോയോട്ടെ. ഇനി ഗോവ അടിക്കണം, പോകുന്ന വഴിക്ക് എവിടെയൊക്കെ നൈസായിട്ട് ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. आरटीपीसीआर तीनों का है। हाँ ठीक है, दिखाओ। एड़ा आरटीपीसीआर का रिजल्ट कब क्या था? क्या हुआ? യെസ്, നമ്മൾ ബോർഡറിൽ RT-PCR-ഉം അതുപോലെ വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അതെ, നമ്മൾ മച്ചാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ആളവിടെ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ആ അതാ അവിടെ ഉണ്ട്, വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ട് പിന്നെയും കണ്ടിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചു നോക്കട്ടെ. ഇനി ഇവിടുന്ന് ഒന്ന്. ഇപ്പോൾ ഗോവ നമ്മൾ കാർവാർ കഴിഞ്ഞ് കർണാടക കഴിഞ്ഞ് ഗോവയിലെത്തി.
ഗോവ ബോർഡറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് ആദ്യത്തെ സ്ഥലത്താണ് നമ്മളോട് RT-PCR ചോദിച്ചത്. നമ്മൾ കുറേ വീഡിയോസ് കണ്ടു, അതിലൊക്കെ പറയണത് RT-PCR വേണ്ട, ജസ്റ്റ് വാക്സിനേഷൻ എടുത്താൽ മതി, 14 days ആവണം. പക്ഷേ ശുദ്ധ മണ്ടത്തരാണ്. ഇവർ RT-PCR നോക്കുന്നുണ്ട്, അതും കേരളം മാത്രം നോക്കുന്നുണ്ട്. അത് അവരെ പറഞ്ഞിട്ടും കുറ്റമല്ല, അവർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എന്നാലും ഈ ഭാഗത്തോട് യാത്ര ചെയ്യണ ആൾക്കാർ നിർബന്ധമായി RT-PCR എടുക്കുക. അതിനോടൊപ്പം വാക്സിനേഷനും കൂടി കയ്യിൽ കരുതുക കേട്ടോ. RT-PCR നിർബന്ധമാണ് എല്ലാ വണ്ടികളുടെ. ബസ് അടക്കാതെ നിർത്തിയിട്ട് ക്യൂ നിർത്തിയിട്ടുണ്ട്. ബസ്സിലുള്ളവരെ മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കണ്ടോണ്ടാണോ എന്താ അറിയില്ല. KSRTC ബസ്സാണ്. അപ്പോൾ അത് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഇറക്കിയിട്ട് എല്ലാ ആൾക്കാരെയും ഇറക്കിയിട്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഗോവ പാസ് ചെയ്തു. ഗോവ പാസ് ചെയ്ത് നമ്മൾ എൻ്റെ പൊന്നെ അപ്പാപ്പ കണ്ട അപ്പൊ കുളിക്കാൻ വേണ്ടി വന്നതാണ്, ചീടാൻ വേണ്ടി. ഈ വരുന്ന വഴിക്ക് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, റൂം വേണമെന്നുള്ള കാര്യം ചോദിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റില്ല വണ്ടി? देखो सर हमारा सर 4 मीनार के नाम से बीच पे आज निकल जाएंगे यहाँ से। പോവാന് പേ പാർക്കിങ് 30 രൂപയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ നിർത്തണമെങ്കിൽ പൈസയും കൊടുക്കണ്ട, പക്ഷെ നമുക്ക് സേഫ് അല്ല. ഓൻ വിളിക്കുന്നുണ്ട് ദൈവേ, പോയി കഴിഞ്ഞാൽ അറിയാം സാധനം ഉണ്ടോ ഇല്ലേ. യെസ്, അപ്പോൾ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പാർക്കിംഗ് ഗ്യാപ്പില്ലാത്ത കാരണം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ് എൻ്റെ ഫോണ് ചെയ്യും. അപ്പോൾ ഇതാണ് കണാക്കോണ ബീച്ച്, 1995 ഞാൻ ഉണ്ടായെന്നല്ല. കാണിച്ചു തരാവേ. ഡാപ്പർ യാ, അതെ ഹെൽമെറ്റ് താങ്ങാൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താങ്ങിക്കോളാം. ബീച്ച് നൈസാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതായിക്കോണു വ്യൂ. സൺസെറ്റ് ആവാറായി. കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് പേര്. വലിയ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. വൃത്തികേടായിട്ടൊന്നുമില്ല, ബീച്ചൊക്കെ അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, ഇവിടെ സീൻ പിടിക്കാൻ വന്നേക്കാണ് കണ്ടോ. ഞാൻ ക്യാമറ ഓൺ ആക്കിക്കല്ലോ, പിന്നെ എങ്ങനെ ഞാൻ സീൻ പിടിക്കാം? നാണം ഉണ്ടോടോ തനിക്കൊക്കെ കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ബോട്ടുകൾ, നിറയെ ബോട്ടുകൾ കണ്ടില്ലേ. ഇതപ്പോൾ സൺസെറ്റ് ആവാറായി. അവിടെ സൂര്യൻ ചേട്ടൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഓരോരുത്തർ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും. ആ വരുന്ന ആരാണ്? നമ്മളെ സിംഗ് വരുന്നുണ്ട്. ഇയാള് പോയില്ലേ? അതെ, അറിയാതെ നിൽക്കട്ടെ നമ്മള്. ആ ഒച്ച ഉണ്ടാക്കി. ആള് നമ്മളെ വിട്ടു പോകണില്ല കേട്ടോ, ആള് പിന്നാലെ തന്നെ ഉണ്ട്. അടിപൊളി. बंद कर रखा है उसका, और उधर का वो कर रखा है, घूम के बहुत लंबा जाना पड़ेगा, उसके लिए फिर ट्रैक है 2-3 किलोमीटर. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് സിനാൻ. സിനാൻ, കാസർഗോഡ് നിന്ന് സിനാൻ. നടന്നിട്ടാണ് നേപ്പാൾ ഭൂട്ടാൻ എല്ലാം കയറുന്നത്. നമ്മൾ 3 മാസം 4 മാസം എന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ 2 വർഷത്തിന് പ്ലാൻ അല്ലേ? 2 വർഷത്തിന് പ്ലാൻ. 13,000. ഓ അടിപൊളി, സബാഷ്. ഇത് ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാട്ടോ. 1, 2, 3, നിങ്ങൾ 4, 5 എല്ലാവരും അതിൻ്റെ നടക്കുക. 11-12 പേരുണ്ട്. ബാക്കിയുള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ ഓരോ ഭാഗത്താണ് മൊത്തം 12 പേര്. അതിൽ 2 പേര് നടന്നിട്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ 13,000 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. ഞാൻ നീക്കണം
പിന്നെ ഒരുത്തൻ ഇന്ന് മൊത്തം കറങ്ങിയിട്ട് വന്നാണ് അതിനകത്തുണ്ട് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ദിവസം സൈക്ലിംഗ് ആണ് കേരള ടു കാശ്മീർ. പിന്നെ ബാക്കിയുള്ള 7 പേര് ഇപ്പം വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ സൈക്ലിംഗ് സൈക്കിളിലോ നിങ്ങള് ഇപ്പൊ എവിടെ? നിങ്ങളുടെ നാട് വയനാട്? വയനാട്, ഞാൻ തൃശ്ശൂർ. അടിപൊളി. കാസർഗോഡ്. പിന്നെ നിങ്ങളെങ്ങനെ ഇതേറ്റവും സൈക്കിളിൽ തന്നെ വന്ന്? അല്ലല്ല, ഇനിയിപ്പോ ജോയിൻ ചെയ്യണ പരിപാടി. ഇവൻ സൈക്കിൾ ഇറങ്ങിയത് 4 ദിവസം. ഇതൊന്നല്ല, ഒരു ടെന്റ് ബീച്ചിൽ നടക്കുന്നുണ്ട്. ടെന്റ് മാത്രമേ ഉള്ളൂ, സാധനങ്ങളൊന്നും അവിടെ ആരുമില്ല. അത്രയും സേഫാണ് ഇവിടെ. നമ്മളെ വണ്ടി അവിടെ സീനുമില്ലല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, പാവം അറിയണില്ല. അഞ്ചിനല്ല, വേറെ ലെവലാണ്. ഇവിടെ വെച്ചാ നമ്മ അവരെ അലമ്പുണ്ടാക്കി ലാഞ്ച് കഴിഞ്ഞാൽ അവര് തിരിച്ചു കുഴപ്പമില്ല. അടിപൊളി. ആൾക്കാരോട് നല്ല മൈൻഡുള്ള ആൾക്കാർ. നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ടീംസിനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. 1, 2, 3, 4, 5, 11 പേരുണ്ട്. അതില് 12 പേരുണ്ട്. അതില് ബാക്കിയുള്ള കുറച്ച് പേര് അവിടെ ഇവിടെ ഓരോ ഭാഗത്താണ്. അപ്പൊ ഇനി ഇവരെ കൂടെ ജസ്റ്റ് ഒന്ന് കൂടാ. ഗൈസ്, അപ്പോൾ രാത്രിയിലെ ഗോവ എല്ലായിടത്തും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ക്യാൻഡിൽ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചിട്ട് കപ്പിൾസിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടറിയില്ല, ഫുള്ള് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡും ഇവിടെയൊക്കെ എല്ലായിടത്തും. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് അടിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. മറ്റേ ടീംസ് ഉണ്ടല്ലോ, നമ്മളെ പയ്യന്മാർ, അവന്മാരെ ഒപ്പം കൂടിയിട്ട് ഇവിടെ ടെൻറ്റ് അടിക്കാമെന്ന് ബാജി പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്, ലഗേജ് എടുക്കാണ്ട്, ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോയി നോക്കട്ടെ. ടെൻ്റൊക്കെ അടിച്ചിട്ട് ഒരു ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ ബീച്ച് സൈഡിൽ ഒരു വേറെ വൈബാവും. ഗോവയിലെ ഒരു രാത്രിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഗോവയിൽ ടെൻ്റ് അടിച്ചേക്കാണ്. ഇവിടെ കടൽ തീരത്തിൻ്റെ അടുത്ത് തന്നെയാണ്. കടൽ കുറച്ച് അടിയിലായിരുന്നു. ഇപ്പോൾ രാത്രി ആയതിനനുസരിച്ച് കൂടിക്കൂടി നമ്മുടെ ടെൻറ്റിൻ്റെ KFC അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി അടുത്തേക്ക് വരും. പിന്നെ രാത്രി പിന്നെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ കടലിൽ നേരെ ഇങ്ങനെ ഇറങ്ങി പോകും. വേലിയിറക്കം ആ സംഭവം തന്നെ തോന്നുന്നു. എന്തായാലും നമ്മൾ പിള്ളേരെ കാണിച്ചു തരാം. അവന്മാർ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. പിള്ളേരെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ പിള്ളേരവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഫുഡൊക്കെ. ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ കറി. അവൻ കറിക്ക് വേണ്ടിയിട്ട് അരിയാണ്. സോളോ ആയിട്ട് ഇറങ്ങിയാണ് സൈക്കിൾ കൊടുത്തിട്ട് ഒറ്റയ്ക്ക്. ആരോട് ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. നമുക്ക് പറ ബ്രോ, എന്തൊക്കെയാണ് നിന്റെ പ്ലാനുകൾ? ഒരു പ്ലാനും ഇല്ലാതെ യാത്ര ചെയ്യുക, അതാണ് എന്റെ പ്ലാൻ. സൈക്കിൾ എടുത്തപ്പോ എന്താ പറയാ, പോണ സ്ഥലങ്ങളൊക്കെ നല്ല രീതിക്ക് വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു എൻ്റെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുക, അവരായിട്ട് കമ്പനി ആവുക, അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പഠിക്കുക, ലാംഗ്വേജസ് പഠിക്കുക. ഒരു സ്ഥലം നല്ല വൃത്തിയായിട്ട് കാണാം. നല്ല അതിനേക്കാൾ ഉപരി ഒരുപാട് വില്ലേജസും അതുപോലെ തന്നെ ഇപ്പോഴും ഡെവലപ്ഡ് ആവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജ് പീപ്പിൾസിനെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഫോട്ടോയോ വീഡിയോസ് എടുക്കുന്നത് വരെ അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അവരുടെ ഒരു സ്പേസിൽ ഞാൻ കയറി ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. അതിൻ്റെ ബേസിൽ തന്നെ അവിടെ അവർ പിടിച്ച് നിർത്തി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വില ഉണ്ടല്ലോ, ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ 1-2 ദിവസം ഫുഡ് കിട്ടാതെ എന്താ പറയുക, ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നടന്നിരുന്നത്. അതുപോലും വാങ്ങാനുള്ള പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ. ഇപ്പം എനിക്ക് ഭക്ഷണത്തിൻ്റെ വില ശരിക്കും അറിയാം. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുണ്ടല്ലോ, ഇപ്പോൾ കാലത്തായാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഓക്കെ ആയിരിക്കും, നമ്മളത് കഴിക്കും. ചിലപ്പോൾ നമ്മൾ കഴിക്കില്ല, നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കും. പക്ഷേ ഈ ഒരു ടൈമിൽ വന്നപ്പോൾ ഭക്ഷണത്തിൻ്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. കാരണം നമ്മളെല്ലാവരും നമ്മൾ എന്താ പറയുക, ഭക്ഷണത്തിന് നല്ല രീതിക്ക് തന്നെ വില കൊടുക്കണം. നമ്മളിങ്ങനെ കൊണ്ട് കളയണ ഫുഡൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് മനസ്സിലാക്കാൻ, ഓർക്കും, നമ്മൾ ചിന്തിക്കുക അതിനെ കുറിച്ചിട്ട്. ഓക്കെ, താങ്ക്സ് ബ്രോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആളെ ഈ ഫുഡിൻ്റെ കൂട്ടം വീട്ടുകാരുടെ കൂട്ടമൊക്കെ പറയുമ്പോൾ അങ്ങേരുടെ കണ്ണ് നിറയണ പോലെ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയതാണെന്ന് അറിയില്ല, അല്ലേ? എനിക്ക് തോന്നാണ് ആളുടെ കണ്ണൊക്കെ ജസ്റ്റ് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് അത്. വീട് വിട്ട് നമ്മൾ പുറത്തിറങ്ങിയാലേ നമ്മുടെ വീട്ടുകാരെങ്ങനെയാണെന്നൊന്നും അതുപോലെ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ നമ്മൾ പഠിക്കുള്ളൂ.
ഓരോരുത്തർ ഇതേപോലെ പല എക്സ്പീരിയൻസ് ഇനി വരാൻ കിടക്കുകയാണ്. നമ്മൾ കുറച്ച് സാധനം ചിക്കൻ കറി എന്ത് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് കാസർഗോഡ് നിന്ന് ഒരു വണ്ടി കണ്ടിരുന്നു, KL101, ഒരു പഴയ ഒരു പഴയ മാരുതി കാറ്. അതിൽ സൈഡിൽ ഇങ്ങനെ ഈ ഇന്ത്യൻ്റെയും ചെറിയൊരു ഭൂപടം വരച്ചിട്ട് കണ്ടിരുന്നു. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരികയെന്ന് ഞങ്ങൾ കരുതിയത്. അങ്ങനെ ഞങ്ങളെ പുറകെ ഉണ്ട് ഈ വണ്ടിയും കൊണ്ട്. ഇതെവിടെ എത്തിയിട്ടുണ്ട്. ഇത് നോക്കി പഴയ 83 ബ്രോ 85 മോഡല് മാരുതി 800. ഇതേ നോക്കി ഫുള്ള് പണി കഴിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് വണ്ടി. ഫുള്ള് ഇഞ്ചിമണി മൊത്തം എറണാകുളം പാലാരിവട്ടത്തു നിന്നാണെന്നൊക്കെ പറഞ്ഞത്. ആൾ അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുമായിരുന്നു. ഞങ്ങൾ ഈ വണ്ടി അവിടുന്ന് സാധനം വാങ്ങി വരുമ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് ആളെ വിളിക്കുകയും ചെയ്ത്. ആള് ഇതേ ടെന്റ് എടുക്കണോ? അടിപൊളി. ഇതേ അങ്ങേരെയും കൂട്ടിട്ട് ഞങ്ങള് ഇതേ വണ്ടി ഉള്ളു പോയിക്കോട്ടെ. ജസ്റ്റ് ഗ്ലാസ് ഒക്കെ ഇത് പണ്ടത്തെ ടൈപ്പ് ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നതാണ്. വേണ്ട ആളെ നമ്മള് ജസ്റ്റ് വിളിച്ച് വരുത്തിച്ച് നീപ്പിച്ച് നമ്മളെ ആ ഡോർ അടയ്ക്കുന്ന സൗണ്ട് നോക്കിയേ. ആ വണ്ടി ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പോ ആളെന്നെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ആളിവിടെ ഒറ്റയ്ക്ക് വണ്ടിയിൽ കിടക്കായിരുന്നു. നമ്മളൊപ്പം കൂട്ടിയിട്ടുണ്ട്. നമ്മളെ കൂടെ തന്നെ അവിടെ ടെന്റ് അടിക്കാന്ന് കരുതി. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അടുത്ത ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോവാം. ഓക്കെ. അഖിൽ കേശു അങ്ങനെ പേര് കാണാണ്ട്. അഖിൽ കേശു, കന്യാകുമാരി ടു കാശ്മീർ. ഹണിമൂൺ ആ റൂട്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രല്ലേ പോയിന്. ഇവർക്ക്